മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല. ഇതിന് എത്ര ലാഘവത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത്. മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന KCAയിലെ കോച്ചിന്റെ പീഡനം ഉൾപ്പെടെ സംസ്ഥാനത്ത് സ്ത്രീകൾ നേരിടുന്ന അതിക്രമം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് KK രമ MLA നോട്ടീസ് നൽകിയിരുന്നത്. രാവിലെ മുതൽ നിയമസഭാ മന്ദിരത്തിൽ ഉണ്ടായിരുന്നിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭാതലത്തിൽ എത്താത്തതിലായിരുന്നു രമയുടെ ആദ്യ വിമർശനം. ബ്രിജ്ഭൂഷണെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പീഡനമാണ് അസോസിയേഷൻ ഉണ്ടായതെന്ന് രമ. ക്രിക്കറ്റ് അസോസിയേഷന്റെ അംഗമായിട്ടുള്ള നമ്മളെ ഡൽഹിയിൽ BJPയുടെ MP ബ്രിജിത് ഭൂഷണെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബ്രിജിത് ഭൂഷൺ ഗുസ്തി താരങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ അതിനേക്കാളും വെല്ലുന്ന രൂപത്തിൽ ഈ കേരളത്തിൽ നടക്കുകയാണ് സാർ. രമയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഭരണപക്ഷ ബെഞ്ചിൽ നിന്നും ശ്രമമുണ്ടായി. ഇടതുപക്ഷം ഭരിക്കുന്ന നാടാണിത്. നമ്മുടെ നമ്പർ 1 കേരളത്തിലാണ് സാർ ഇത് നടക്കുന്നത്. നമ്പർ 1 കേരളത്തിൽ. ക്രിക്കറ്റ് അസോസിയേഷനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ബഹളം വയ്ക്കുന്നതെന്ന് ഭരണപക്ഷാംഗങ്ങളോട് സ്പീക്കർ ചോദിച്ചു. ക്രിക്കറ്റ് അസോസിയേഷൻ പറയുമ്പോൾ നിങ്ങൾ KCAയിൽ നടന്ന പീഡനവുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തിവരുന്നുണ്ട്. സർ, ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിന്മേൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയിക്കുകയാണ്. അരൂരിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ഓരോ വിഷയങ്ങളും പ്രതിപക്ഷം എണ്ണി പറഞ്ഞു. മന്ത്രിയെയും പോലീസിനെയും പ്രതിപക്ഷ നേതാവ് കടന്നാക്രമിച്ചു. സർ, 19 വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം സാർ. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പ്രതിഷേധവുമായി പ്രതിപക്ഷം സഭ വിട്ടു. നിയമസഭയിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാൻ ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവ്, M ജയചന്ദ്രൻ, ഇടതു സഹയാത്രികർ എന്നിവരാണ് ചേരുന്നത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, നോക്കുക, ഓരോ ദിവസവും നമ്മെ സംബന്ധിച്ചോളം അമ്പരപ്പിക്കുന്ന പീഡന പരാതികളാണ് പുറത്തേക്ക് വരുന്നത്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ നാഴികയ്ക്ക് 40 വട്ടം വായ്ത്താരികൾ നടത്തുന്നുണ്ട് പല വേദികളിലായി. പക്ഷേ അതൊക്കെ വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാണോ? കാരണം പോലീസ് ആണ്, ആഭ്യന്തര വകുപ്പാണ് ഇതിൽ ഉത്തരം നൽകേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പോലും പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ നീതി ലഭിക്കുന്നില്ല, ഇരകൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല. ഇതൊക്കെ വെറും പറച്ചിലല്ലോ, ഇത് അനുഭവങ്ങളായി മാറുകയാണോ? സർക്കാരിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഒട്ടുമേ ഇല്ലേ ശ്രീമതി ബിന്ദു കൃഷ്ണ? സർക്കാരിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഒട്ടുമില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നിയമസഭാ മന്ദിരത്തിൽ മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്നിട്ടും ഇത്രയും ഗൗരവതരമായ കേരളത്തിലെ ജനസംഖ്യയിൽ പകുതിയിലേറെ വരുന്ന സ്ത്രീകൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ദൈനംദിനം എന്നോണം അല്ലെങ്കിൽ അനുനിമിഷം എന്നോണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് ശ്രീമതി KK രമ ഉന്നയിച്ച വിഷയം, അവതരിപ്പിച്ച വിഷയം, ആ വിഷയത്തിന് മറുപടി പറയാതെ മുഖ്യമന്ത്രി മാറി നിന്നത്, സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാതെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് മുഖ്യമന്ത്രി മാറി നിൽക്കേണ്ട അവസ്ഥയാണ്. അത് സ്ത്രീ സുരക്ഷ സംബന്ധിച്ചാണെങ്കിലും ഗുണ്ടകളുടെ വിളയാട്ടം സംബന്ധിച്ചാണെങ്കിലും മോഷണം സംബന്ധിച്ചാണെങ്കിലും അതിനും അപ്പുറത്തേക്ക് ക്രിമിനലുകൾക്ക് കൊടി വീശുന്ന അല്ലെങ്കിൽ കുട പിടിക്കുന്ന കേരള പോലീസിൻ്റെ ചിലരെങ്കിലും അതിപ്പോൾ എണ്ണം കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഭരണ പാർട്ടിക്കാരുടെയൊക്കെ പിന്തുണ കൊണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ പിടി മുഖ്യമന്ത്രിയുടെ കയ്യിലല്ല എന്ന് ഓരോ ദിവസവും തെളിയിക്കുന്നു. ഈ വിഷയത്തിലേക്ക് വളരെ കൃത്യമായി പറയുകയാണ് എങ്കിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അതിക്രമം, ആ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഭാഗത്ത് കൃത്യമായ നിയമ നടപടികൾ എടുക്കാതെ പോകുന്നു. ഏറ്റവും അവസാനം പൂച്ചാക്കലിൽ നടന്ന, അരൂരിൽ നടന്ന വിഷയത്തിൽ തന്നെ 19 വയസ്സായ ഒരു പെൺകുട്ടി, നമ്മുടെയൊക്കെ ഒരു മകളാണ്. ആ പെൺകുട്ടി തനിക്ക് പൊതു ഇടത്തിൽ വെച്ച്, റോഡിൽ വെച്ചുള്ള അതിക്രൂരമായ വർധനവും വസ്ത്രം വലിച്ചീറൽ അടക്കമുള്ള അവഹേളനങ്ങളും ആക്ഷേപങ്ങളും, സത്യം പറഞ്ഞാൽ മരണതുല്യമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാമേ പെൺകുട്ടി കടന്നുപോയത്. അവൾ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയുക, എന്നിട്ട് അങ്ങേയറ്റം നിരുത്തരവാദപരമായ രീതിയിൽ ആ കേസിനെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും കൈകാര്യം ചെയ്യുന്നു. പിന്നീട് വാർത്തകളൊക്കെ വന്നു, പ്രതിഷേധങ്ങൾ വന്നു, നിരന്തരമായ വർഗ ബഹുജന സംഘടനകളടക്കം പ്രതിപക്ഷ പാർട്ടികൾ അവിടെ പോലീസ് സ്റ്റേഷൻ മുമ്പിലൊക്കെ പ്രതിഷേധിച്ചു. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ചെന്ന് കണ്ടപ്പോൾ പറയുന്നത് അത് പെൺകുട്ടിയുടെ സഹോദരങ്ങൾക്ക് ആയിട്ടുള്ള പ്രശ്നമാണെന്ന്. ഒരു പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്ന ക്രൂരമർദ്ദനത്തെ
അവഹേളനത്തെ വേർതിരിച്ച് കണ്ടുകൊണ്ട് സത്വര നിയമ നടപടി എടുക്കുവാൻ നിയമപരമായും ധാർമ്മികമായും ഉത്തരവാദപ്പെട്ട അവിടുത്തെ പോലീസ് ഓഫീസർമാർ, പ്രത്യേകിച്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല ചെയ്യാത്തതിനെ മുടന്തൻ ന്യായം പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരള നിയമസഭയിൽ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം സാർ. എന്തിനാണ് ഇവർക്കൊക്കെ ചെല്ലും ചെലവും കൊടുക്കുന്നത്? യൂണിഫോം അടക്കം ഭക്ഷണം കഴിക്കുന്ന ഉൾപ്പെടെ സകല കാര്യവും ഞാൻ അടക്കമുള്ള നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം ഈ പോലീസ് ഓഫീസർമാർക്ക് ചെലവിന് കൊടുക്കുമ്പോൾ അതും വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ട് വല്ല കമ്മീഷൻ കിട്ടാൻ പറ്റുമോ അതും നോക്കി നടക്കാതെ നിയമവാഴ്ച ഉറപ്പുവരുത്തുക എന്നുള്ളവരുടെ ജോലി. അതിന് കുടപിടിക്കുകയല്ലേ സംസ്ഥാനത്ത് ഇന്ന് മന്ത്രി പറഞ്ഞത്? ഉത്തരവാദപ്പെട്ട മന്ത്രി മാറി നിന്നുകൊണ്ട് കേസിൽ വലിയ കാപ്പ കേസിലെ പ്രതിയെയൊക്കെ മാലയിട്ട് സഹിച്ച് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് പ്രതികൾക്ക് കുടപിടിക്കുന്ന മന്ത്രി അതിന് വലിയ ന്യായീകരിച്ച് സ്ഥലം MLA ദലീമ പറയുന്നു പോലീസ് എല്ലാം ചെയ്തു. ഞാൻ കേട്ടതാണ്. ദലീമ MLA പറയുക പോലീസ് ഇടതുപക്ഷ സർക്കാർ എല്ലാം ചെയ്തു. എന്ത് ചെയ്തു സാർ? ആ കുട്ടി പരാതി കൊടുത്തിട്ട് എന്ത് നടപടിയാണ് നിങ്ങളെടുത്ത്? ഇന്നിപ്പോൾ അടിയന്തര പ്രമേയം കേരള നിയമസഭയിൽ വരുന്നു, പ്രശ്നം ഗുരുതരാകുമെന്ന് കണ്ടപ്പോൾ ദേ ഒരു നടപടി എടുക്കുന്നു. ജൂലൈ 1 നടക്കുന്ന സംഭവമാണ്. അതിൽ കേസെടുക്കുന്നത് പോലും 1-2 ദിവസം മുൻപാണ്. അപ്പോൾ ആ പോലീസ് എന്തുമാത്രം ജാഗ്രതയാണ് ഈ വിഷയങ്ങളിൽ കാട്ടുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല സമീപകാലത്തെ സംഭവങ്ങൾ നോക്കൂ. ഇന്നലെ ഒരു SFI നേതാവ് സഹപാഠികളുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു. മറ്റൊന്ന് കുസാറ്റിലേക്ക് വരുമ്പോൾ ഇടതു സംഘടന നേതാവിനെതിരായ പീഡന പരാതി. അവിടെ SFIക്ക് ഉൾപ്പെടെ അവിടേക്ക് ഇറങ്ങേണ്ടി വരുന്നു. പിന്നീട് നമ്മൾ നോക്കൂ, അതിജീവിതയുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുണ്ടായ സംഭവം. ആ അതിജീവിതയ്ക്ക് എത്രത്തോളം പോരാട്ടം നടത്തേണ്ടി വരികയാണ്. ഓർക്കണം, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന അതിജീവിതയ്ക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു സ്ത്രീയെ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് സ്ഥലം മാറ്റുന്നു. അപ്പോൾ ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വണ്ടിപ്പെരിയാറിലെ ഉദാഹരണമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എത്രയോ കേസുകളിൽ പോലീസിൻ്റെ അലംഭാവം മൂലം കേസുകളുടെ താളം തെറ്റുകയാണ്. അപ്പോൾ എവിടെയാണ് പ്രയോറിറ്റി ഈ സർക്കാരിൻ്റെ? ബിന്ദുകൃഷ്ണ, പ്രതീഷ്, യാതൊരു സംശയവും വേണ്ട, പ്രതിസ്ഥാനത്ത് വരുന്നത് CPM-ഓ ആ CPM-ന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണെങ്കിൽ നിയമം വഴിമാറും. അവിടെ പിണറായി കോഡ് ഓഫ് കോണ്ടക്ട് ആണ് പ്രവർത്തിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ സകല സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നതാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ വിഷയങ്ങളും തിരുവല്ലയിൽ അങ്ങേയറ്റം നിന്ദ്യമായ നീചമായ കേസിൽ, ഇതുപോലെ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ വിധേയനായി പാർട്ടിക്ക് പുറത്തായവനെ പിടിച്ചുകൊണ്ട് വന്ന് മാലയിട്ട് സ്വീകരിക്കുക. എവിടെ സ്ത്രീ പീഡകർ കഴിവതും അവർ കേസെടുക്കത്തില്ല. സ്ത്രീ പീഡകർ CPM-കാരാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കത്തില്ല. പ്രതിപക്ഷവും ജനവും മാധ്യമങ്ങളും ഒക്കെ ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ കേസെടുത്താൽ അവർക്ക് ജയിലിൽ പോയാൽ പോലും അവരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുക. അതിനൊക്കെ ന്യായീകരിക്കുക. താങ്കൾ എണ്ണി പറഞ്ഞ ഓരോ സംഭവങ്ങളും, ആ വണ്ടിപ്പെരിയാറിലെ പിഞ്ചു കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ കേസ് വലിയ പ്രതിഷേധത്തെ തുടർന്ന് കോടതിയിൽ വന്നു. പക്ഷെ പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ച് ആ പ്രതി CPM-കാരൻ DYFI-കാരനായതുകൊണ്ട് അയാളെ ഇറക്കിക്കൊണ്ട് വരുന്നു. അത് തന്നെയല്ലേ വാളയാറിൽ സംഭവിച്ചത്? എന്താണ് മധുവിന്റെ കേസിൽ സംഭവിച്ചത്? ഈ പ്രതികൾ CPM ഏറ്റവും ഒടുവിലായി ശ്രീമതി ബിന്ദുകൃഷ്ണ, അതായത് തലകുനിക്കേണ്ടി വരുന്ന ഒരു സംഭവം, ഒരു കുഞ്ഞ് മരിച്ച കേസിൽ പോലും അവിടുത്തെ പ്രോസിക്യൂട്ടർ പ്രതിക്ക് വേണ്ടി ഇന്ന് ഹാജരായിരിക്കുകയാണ്. അതെ, വയനാട് വരുന്നു. ഓരോ ഇത്രയും ലജ്ജിപ്പിക്കുന്ന കേസ് നാണമില്ലേ ഇടതുപക്ഷം എന്ന് പറയാൻ? ഇടതുപക്ഷം എന്ന് പറയുന്ന ആശയം ഇതാണോ? ഇവിടെ ഇടതുപക്ഷം ഇല്ല. ഇവിടെ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും മോശപ്പെട്ട അംശമാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ സംബന്ധ വിഷയത്തിലായാലും ഏത് വിഷയത്തിലും ഗുണ്ടകളെയൊക്കെ പിന്തുണയ്ക്കുകയല്ലേ? കാപ്പാക്കാസ് പ്രതിയായാലും മന്ത്രി അടക്കം നേരിട്ട് നിന്ന് സ്വീകരിക്കുകയല്ലേ? CPM-ന്റെ നേതാക്കന്മാർ സംസ്ഥാന സെക്രട്ടറി തൊട്ട് താഴെ ബ്രാഞ്ച് സെക്രട്ടറി വരെ നിരനിരയായി ന്യായീകരിക്കുകയല്ലേ? കുറഞ്ഞ പക്ഷം സ്ത്രീകളെ ആക്രമിക്കുന്ന കേസിലെങ്കിലും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുവാനുള്ള ഡൈല്യൂട്ട് ചെയ്താലും ഇത്തരം കേസുകളിൽ ഡൈല്യൂട്ട് ചെയ്യരുത് എന്നുള്ള അഭ്യർത്ഥന കൂടി വെക്കുകയാണ് ശ്രീ M. ജയചന്ദ്രൻ. ഈ സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ്? സർക്കാരിൻ്റെ ആത്മാർത്ഥത എന്താണ്? സർക്കാരിൻ്റെ പ്രയോറിറ്റി എവിടെയാണ്? കാരണം നോക്കൂ, സഭയിൽ ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഓരോ ദിവസവും ഓരോ കേസ്, ഒന്നൊന്നല്ല കേസുകളുടെ എണ്ണം കൂടുന്നു. ന്യൂസ് റൂമിലിരിക്കുന്ന ഞങ്ങൾക്കിതിൻ്റെ ഒരു ഗ്രാവിറ്റി ഏറെക്കുറെ മനസ്സിലാകുന്നതുകൊണ്ടാണ് ഓരോ സംഭവങ്ങൾ ദൈനംദിനം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ആ സഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനൊരു അടിയന്തര പ്രാധാന്യം ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട്? ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസാണ് ഇതിൽ കൈകാര്യം ചെയ്തത്. ആ പോലീസിൻ്റെ മന്ത്രി, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മാറി നിന്നത് എന്തുകൊണ്ടാണ്? എന്ത് ആത്മാർത്ഥതയാണ് ശ്രീ ജയചന്ദ്രൻ ഈ വിഷയങ്ങളിൽ സർക്കാരിനുള്ളത്?
പ്രതീക്ഷ, ഈ കാര്യം ഇപ്പൊ താങ്കൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്നുള്ള വിഷയം താങ്കൾ മാത്രമല്ല ശ്രീമതി ബിന്ദു കൃഷ്ണയും ഇപ്പൊ ഈ ചർച്ചയിൽ പറഞ്ഞല്ലോ. പക്ഷേ ബിന്ദു കൃഷ്ണ പറഞ്ഞപ്പോ രണ്ട് തരത്തിലാണ് അത് പറഞ്ഞത്. ആദ്യം മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന് പറയുന്നതിനൊപ്പം പിന്നെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് മറ്റു ചിലരാണ് എന്ന ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. അതിനുശേഷം പിന്നാലെ വന്നപ്പോഴേക്ക് മറ്റ് കേസുകൾ പറഞ്ഞു വന്നപ്പോഴേക്ക് പ്രതികൾ CPM-കാരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പോലീസ് പ്രവർത്തിക്കുന്നത് പിണറായി കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ചാണ് എന്നാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞത്. അപ്പൊ അതിൽ തന്നെ രണ്ട് നിലപാടുകളാണ് അവിടെ തന്നെ ഉള്ളത്. അതിരിക്കട്ടെ, ഞാൻ ആ ചർച്ചയിലേക്കല്ല പോകുന്നത്, താങ്കളുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ ഈ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ആധികാരിക ഗ്രന്ഥമായിട്ട് എല്ലാവരും കരുതപ്പെടുന്ന ഒരു വേദപുസ്തകം പോലെയുള്ള ചട്ടങ്ങളെ സംബന്ധിച്ചുള്ള ഗ്രന്ഥമാണല്ലോ ശക്തർ ആൻഡ് കൗൾ എന്ന് പറയുന്നത്. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് UDF-ൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ശ്രീ K. മാണി സാറിന് സുപ്രസിദ്ധമായ ഒരു വ്യാഖ്യാനമുണ്ട് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പറ്റി. താങ്കളും കേട്ടിട്ടുണ്ടാകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് മുഖ്യമന്ത്രി, എന്താണ് മന്ത്രിമാർ എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ ലളിതമായ ഒരു വ്യാഖ്യാനം ശക്തർ ആൻഡ് കൗളിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതാണ്. പിന്നെ ഫസ്റ്റ് അമംഗ് ഈക്വൽസ്, അതാണ് മുഖ്യമന്ത്രി. എല്ലാവരും സമന്മാരാണ്, തുല്യരാണ്. ആ തുല്യരിൽ മുമ്പൻ, തുല്യരിൽ ഒന്നാമൻ, അതാണ് മുഖ്യമന്ത്രി. അതാണ് ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്ന് മാണി സാറ് ശക്തർ ആൻഡ് കൗൾ എന്ന അവരുടെ ചട്ടത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നിയമസഭയിൽ, എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ ആദ്യത്തെ മന്ത്രിസഭ ഉണ്ടല്ലോ, AK ശേഷം 1.5 വർഷം വന്നേ, ആ സമയത്താണ് പ്രസിദ്ധമായ വ്യാഖ്യാനം ഉണ്ടാവുന്നത്. അപ്പൊ അന്ന് LDF പ്രതിപക്ഷത്താണ്, K. മാണി ധനകാര്യമന്ത്രിയാണ്. അപ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സമന്മാരിൽ ഒന്നാമനാണ്, അല്ലാതെ പ്രത്യേക ഒരു വേതനാധികാരമല്ല പാർലമെന്ററി ചട്ടങ്ങളിൽ നൽകിയിട്ടുള്ളത്. അതൊരു കാര്യം. രണ്ടാമത്, ഇവിടെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ വിഷയം മാധ്യമങ്ങൾ, മാതൃഭൂമി അടക്കം വിവാദമാക്കിയിരുന്നു. രാവിലെ തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി പറഞ്ഞു, ഇത് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കൂടെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടും വനിതകളുടെ കാര്യമായതുകൊണ്ടും കൂടെ ചേർത്താണ് വനിതാ മന്ത്രിയെ, ആരോഗ്യമന്ത്രിയെ, വനിതാ ശിശുക്ഷേമ, സ്ത്രീ സൗഹൃദം ഒക്കെ ആ സാമൂഹിക വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന ചില പിശകുകളില്ലേ ശ്രീ ജയചന്ദ്രൻ? അതായത് അവിടെ അല്ല ഞാൻ ചോദിക്കുന്ന അവിടെ മുഖ്യമന്ത്രിയാണല്ലോ വകുപ്പ്, ഈ പോലീസാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. ആ ജാഗ്രത കുറവ് അതില്ലാതെ പോയി. ഞാൻ പോട്ടെ, അത് ഇനി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല, പോകട്ടെ, അക്കാര്യം മാറ്റിവെക്കുക. താങ്കളുടെ ജില്ലയായ, താങ്കളുടെ നാടായ അരൂരിലെ ഈ സംഭവത്തിൽ എന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ജൂലൈ 1-ാം തീയതിയാണ്. അതിന് ഇത്രയും ദിവസം അതിനകത്ത് അടയിരുന്നു പോലീസ്. എന്നിട്ട് എന്താണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ CPM അനുഭാവികൾ എന്ന നിലയിൽ. അപ്പോൾ നോക്കണം എത്രത്തോളം ഈ പോലീസ് ഇറങ്ങിത്തിരിച്ചത്, മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നു, വിമർശനം ഉന്നയിക്കുന്നു, സഭ ചേരാൻ പോകുന്നു. അപ്പോൾ മാത്രമാണ്, അപ്പോൾ ഈ കേസിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് മറ്റേ സിദ്ധാന്തമൊക്കെ പറഞ്ഞ് നമുക്ക് സമയം കളയേണ്ടതില്ല. മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കട്ടെ. സർക്കാരിൻ്റെ പ്രയോറിറ്റി സംഭവങ്ങളിൽ, ഈ കേസുകളിൽ എന്താണ്? സിദ്ധാന്തം പറഞ്ഞ സമയങ്ങളിൽ എനിക്ക് അശേഷം താല്പര്യമുള്ള ആളല്ല പ്രതീക്ഷ എന്നെ നന്നായിട്ട് അറിയുന്ന ആളുമല്ലേ. പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ, എന്റെ വായിൽ കമ്പിട്ട് കുത്തിയാൽ എനിക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് കാര്യം. അത്രേ ഉള്ളതിൻ്റെ അകത്ത് കാര്യം. പിന്നെ ഇപ്പൊ പ്രതീക്ഷ ചോദിച്ചതിന്റെ കാര്യം, CPM-കാരാണ് പ്രതികൾ എന്നുള്ളതുകൊണ്ടാണ് പോലീസിന്റെ അമാന്തം എന്നാണല്ലോ താങ്കളുടെ വാദം. താങ്കൾക്കെങ്കിലും അറിയാമല്ലോ, ഇപ്പം ബിന്ദു കൃഷ്ണ രാഷ്ട്രീയ നേതാവാണ്. സ്വാഭാവികമായും ആ രാഷ്ട്രീയ ലൈനിലാണ് അവർ സംസാരിക്കുക, അത് നമുക്കറിയാം. പക്ഷെ താങ്കളെപ്പോലുള്ള ഒരു ജേർണലിസ്റ്റ് അങ്ങനെ പറയാമോ? അങ്ങനെയെങ്കിൽ അപ്പോഴെല്ലാം വലതുപക്ഷ മാധ്യമങ്ങളെന്ന ആക്ഷേപം ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഒരു കാര്യം, ഏറ്റവും ഒടുവിലായി മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്നൊരു വാർത്തയാണ് ഇന്ന് KK രമ സഭയിൽ ഉന്നയിച്ചത്. ഒരു ക്രിക്കറ്റ് പരിശീലകന്റെ മുന്നിലേക്ക് എന്താണ് ഒരു വളരെ മോശപ്പെട്ട ജീവിത ചുറ്റുപാടുകൾ, എന്താണ് സാമ്പത്തികമായിട്ടൊക്കെ വളരെ മോശപ്പെട്ട ചുറ്റുപാടിൽ നിന്നും വളരെ പ്രതീക്ഷയോടെ കരിയർ സ്വപ്നം കണ്ടെത്തുന്ന കുരുന്നുകൾ, 17 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ഒരു നരാധമൻ പീഡിപ്പിക്കുകയാണ്. ആ പീഡിപ്പിച്ച ഒരു കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം തുടർച്ചയായിട്ട് വീണ്ടും പീഡനങ്ങൾ ഉണ്ടാകുന്നു. KC എന്ന് പറഞ്ഞാൽ വളരെ പരമപ്രധാനമായിട്ടുള്ള അപമാനമായ, നാടിന് തന്നെ ആ സംവിധാനം അപമാനമാണെന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം
സർക്കാർ ഇതിലൊരു പ്രത്യേക അന്വേഷണ ഏജൻസിയെ നിയോഗിക്കേണ്ട കേസാണിത്. കാരണം ഇതിൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തേണ്ട ഒരു കേസാണ്. അപ്പോൾ അതിനെപ്പോലും ഗൗരവത്തോടു കൂടി ഒന്ന് പരാമർശിച്ചു പോകാനോ ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ അതൊന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്ത് വേണം? പിന്നെ മാധ്യമങ്ങൾക്കാണോ പഴി? ശ്രീ ജയചന്ദ്രൻ, ഞാൻ മാധ്യമങ്ങളെ പഴിക്കുകയോ മാതൃഭൂമി ന്യൂസ് ചാനൽ വലതുപക്ഷ മാധ്യമ സ്വഭാവമുള്ളതാണെന്ന് പറയുകയോ ഞാൻ ചെയ്തില്ലല്ലോ. ഞാൻ പ്രജീഷ് കൈപ്പള്ളി എന്ന ജേർണലിസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. താങ്കളുടെ വ്യൂ, പൊളിറ്റിക്കൽ വ്യൂ എന്താണെന്നുള്ള അടക്കം നമുക്ക് അറിയുന്നതുമാണല്ലോ. ഇവിടെ പാർട്ടി പൊളിറ്റിക്സും അല്ല ചർച്ച ചെയ്യുന്നത്. പാർട്ടി പൊളിറ്റിക്സ് വേറെ, പൊളിറ്റിക്കൽ വ്യൂ വേറെ. അതങ്ങനെ തന്നെയാണ് കാണുന്നതും. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ പറയുന്നുമില്ലല്ലോ. അത് വിട്ടുകളയൂ. ഞാൻ ഇപ്പൊ താങ്കൾ ആദ്യം ചോദിച്ചത് അരൂരിലെ വിഷയമാണല്ലോ. അരൂരിലെ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലാണ് വിഷയം. ആ വിഷയത്തില് ദലീമ ഇന്ന് അരൂർ MLA തന്നെ പറഞ്ഞല്ലോ, അവർ SP ആയിട്ടും DYSP ആയിട്ടും ബന്ധപ്പെടുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് ബന്ധപ്പെട്ടത്. അതൊക്കെ ശരിയാണ്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ ഇന്ന് KK രമ തന്നെ സഭയിൽ പറഞ്ഞത്, പിന്നീട് പ്രതിപക്ഷ നേതാവും അക്നോളജ് ചെയ്തത്, പ്രധാന പ്രതി ഇപ്പോഴും പിടിച്ചിട്ടില്ല, CPM-കാരനായതുകൊണ്ടാണ്. പക്ഷെ അത്തരത്തിലുള്ള തർക്കം വേണ്ട, CPM-കാരനായതുകൊണ്ട് പിടിക്കാതിരിക്കില്ല എന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റത് KCA-യുടെ പ്രശ്നം, അത് പിന്നെ ഞാൻ വളരെ താല്പര്യപൂർവ്വം മാതൃഭൂമി പുറത്തുകൊണ്ടുവന്ന സംഗതികൾ ശ്രദ്ധിച്ച ഒരാളാണ്. ദിവസങ്ങളോളം, ഒരു ദിവസമായിട്ടല്ലോ ചെയ്തത്. അത് പക്ഷേ പിന്നെ KK രമ നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അവർ പിന്നെ അറിഞ്ഞോ അറിയാതെയോ പറയുന്നത് ബ്രിജ്ഭൂഷണെ ആയിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന KCA-യുടെ കോച്ചിനെ സംബന്ധിച്ച് ആക്ഷേപിക്കുന്നത്. അതിനെ സംബന്ധിച്ച് പോലീസ് നടപടിയെ സംബന്ധിച്ച് ആക്ഷേപിക്കുന്നതും തത്തുല്യമായ നിലയിലാണ്. ബ്രിജ്ഭൂഷണെ എങ്ങനെയാണോ അവര് ഒളിപ്പിച്ച് ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചത്, അതുപോലെ ഇവിടെ ആരെങ്കിലും ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നോ ഇയാളെ? ഇല്ലല്ലോ. ഇയാളിപ്പോ അറസ്റ്റ് ചെയ്യുകയും 6 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിശ്ചയമായും അത് മാതൃഭൂമി വളരെ വളരെ മികച്ച നിലയിൽ വലിയ ഉത്തരവാദിത്തോടു കൂടി തന്നെയാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നെ അതൊരു ബിഗ് സല്യൂട്ട് തന്നെ കേരളം മാതൃഭൂമി ന്യൂസിന് തരും, ഒരു സംശയവുമില്ല. അത്ര വലിയൊരു വാർത്ത തന്നെയാണ്. പക്ഷെ അതിന് പുറകെ ആ വാർത്ത വന്നതിന് ശേഷം അയാളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്ന സമീപനം ഒരാളും സ്വീകരിച്ചിട്ടില്ല പ്രതീക്ഷ. അതിനൊന്നും ഒരു സംശയവും ഇല്ല. അതുകൊണ്ടാണല്ലോ അറസ്റ്റ് ചെയ്തതും 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. ഇപ്പൊ അത് കുസാറ്റിലെ കേസിലാണെങ്കിലും ശരി, മറ്റേ കാലടി സർവകലാശാലയിലെ കേസിലാണെങ്കിലും ശരി, അതെല്ലാം അത് അതിൻ്റെതായ നിലയ്ക്ക് തന്നെ പോകുന്നുണ്ടല്ലോ കാര്യങ്ങൾ. ഈ കുസാറ്റിലെ കേസിന്റെ കാര്യത്തിൽ 29/6-നാണ് ഇന്റേണൽ ഡിസിപ്ലിനറി കമ്മിറ്റിയിൽ അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. 6/7-നാണ് ഈ ജൂലൈയിലാണ് പോലീസ് കംപ്ലൈന്റ് കിട്ടുന്നത്, വിദ്യാർത്ഥിനിയുടെ കംപ്ലൈന്റ് കിട്ടുന്നത്. അത് സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. പക്ഷെ മാർച്ച് 1-ന് ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ പിന്നെ SFI-കാരുടെ പേരിലാണല്ലോ ടീച്ചേഴ്സ് അസോസിയേഷൻ പിന്നെ പരാതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോ SFI-കാർ ഗുണ്ടകൾ കയറി ആക്രമിച്ചു, ഈ വിദ്യാർത്ഥിനിയും ഉണ്ടായിരുന്നു എന്നൊക്കെ അപേക്ഷയിൽ പരാതിയിൽ പറയുന്നുണ്ട്. അതൊക്കെ കിട്ടുന്നത് തന്നെയാണ് ആ അധ്യാപകന്. അയാൾക്ക് വഴിവിട്ട രീതിയിലാണ് പ്രൊമോഷൻ കൊടുത്തിട്ടുള്ളതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് മാറ്റി പ്രൊമോഷൻ കൊടുത്തു എന്ന് വരെ ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഉചിതമായ ശിക്ഷ മാത്രമല്ല, കൊടുത്ത ശമ്പളം അടക്കം തിരിച്ചു പിടിക്കേണ്ട കാര്യവുമുണ്ട്. അത് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ ജോർജ് പറഞ്ഞത്, ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോ മറ്റു കേസുകളിൽ ഈ 56 പോക്സോ കോടതികളാണ് ചീഫ് ജസ്റ്റിസും ആലോചിച്ചതിന് ശേഷം മുഖ്യമന്ത്രി കേരളത്തിൽ പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത്, തീരുമാനിച്ചിട്ടുള്ളത്. നടക്കുന്നുണ്ടെങ്കിൽ അത് പറയാം. അത് സഭ ഒരു ഫ്ലോറിലാണെന്ന് പറയേണ്ടത്. ആ മുഖ്യമന്ത്രിക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പുറത്തിരുന്നല്ല ചർച്ച ചെയ്യേണ്ടത്. അത് ആ പരിപാവനമായിട്ടുള്ള ആ ഫ്ലോറിൽ സഭയിലാണ് പറയേണ്ടത്. അതിന് മുഖ്യമന്ത്രി മുതിർന്നില്ല എന്നുള്ളതാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, നോക്കൂ, ഈ സർക്കാരിൻ്റെ കാര്യം, കാരണം ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എത്രത്തോളം നമ്മൾ അപലപിക്കുന്ന സംഭവമായിട്ടൊക്കെ അത് പരിണമിച്ച സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയാണ് ഒരു ഹേമ കമ്മീഷൻ എന്ന ഒരു കമ്മീഷനെ ഈ സർക്കാർ നിയോഗിക്കുന്നത്. നോക്കൂ, ആ കമ്മീഷനിൽ അത് നിയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ആ വിഷയത്തിൽ സർക്കാർ കാട്ടിയിട്ടുണ്ടോ? അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? 5 വർഷമായി, 19 വർഷം, 2019 ആ റിപ്പോർട്ട് കൊടുത്തു, ഇപ്പോൾ 24-ലാണ്. 24-ൽ എത്തുമ്പോൾ ഒരു വിവരാവകാശ കമ്മീഷണർക്ക് അത് ചൂണ്ടിക്കാട്ടേണ്ടി വരുന്ന ഒരു ഗതികേടാണ്. അവിടെയാണ് ഞാൻ ഈ നയത്തിൻ്റെ പ്രശ്നം പറയുന്നത്. അങ്ങനെ ഓരോ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ അതിജീവിതയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അവിടെയൊക്കെ തന്നെ ഈ സംഘടനകൾ എതിർസ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് കയ്യൂക്കുള്ള സംഘടനകൾ വരുമ്പോൾ അവിടെ നിയമം തലകുനിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ തന്നെയാണോ കാണുന്നത്? ഈ കേസുകളുടെയൊക്കെ തന്നെ ഭാവി സംബന്ധിച്ച് ശ്രീമതി ബിന്ദു കൃഷ്ണയ്ക്ക് ഉത്കണ്ഠയുണ്ടോ? തീർച്ചയായും ഉത്കണ്ഠയുണ്ട്. നമ്മൾ ജീവിക്കുന്നത്
ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭരിക്കുന്ന കേരളത്തിലാണ് കേവലമായ എൻ്റെ രാഷ്ട്രീയ നിലപാട് കൊണ്ട് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ല അത്, മറിച്ച് നിത്യേനയുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഏതൊരു മലയാളിയും പറയുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന നിലപാടാണത്. ഒരു നാട്ടിൽ ഒരു ക്രിമിനൽ കുറ്റമുണ്ടാകുന്നത് ഭരണകൂടത്തിൻ്റെ തെറ്റല്ല. പക്ഷേ ആ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണകൂടം എടുക്കുന്ന സമീപനം അത് വിശേഷിച്ച് ആഭ്യന്തര വകുപ്പും അത് നടപ്പിലാക്കുന്ന പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ എടുക്കുന്ന സമീപനങ്ങളും നിലപാടുകളുമാണ് അത്തരം ഒരു ചിന്തയിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അത് വെച്ചിട്ടാണെങ്കിൽ താങ്കൾ സൂചിപ്പിച്ച ഹേമ കമ്മീഷനിലേക്ക് വരുന്നതിന് മുമ്പ് പറയട്ടെ, ഉള്ളു പൊള്ളിക്കുന്ന ചോദ്യവുമായി ഞാനെന്ന സ്ത്രീ ഈ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ഭരണപക്ഷത്തിന് അനുകൂലമായി നിലപാട് പറയാൻ വന്ന ആളിൻ്റെ വാക്കിനെ സാഗൂതം കേൾക്കുകയാണ്, ഒരു ആശ്വാസവാക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അദ്ദേഹം ശ്രീ ജയചന്ദ്രൻ ചെയ്തത്, ഇവിടെ കേട്ടത് മുഖ്യമന്ത്രി പദവിയുടെ നിർവചനവും അതിൻ്റെ മറ്റ് വിശദീകരണങ്ങളുമാണ്. അതല്ല വേണ്ടുന്നത്. ഞങ്ങൾക്ക് വേണ്ടുന്നത് നിയമപരമായി നിങ്ങൾ ചെയ്യാൻ ഉത്തരവാദപ്പെട്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. ഈ ക്രിക്കറ്റ് അസോസിയേഷനുമായി ബനുവുമായി ബന്ധപ്പെട്ട കേസ് മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന് കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ഏറ്റെടുത്ത് അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പറയുന്നതല്ല ഞങ്ങൾക്ക് വേണ്ടുന്നത്. ആരും പ്രതിഷേധിച്ചില്ലേലും നിയമപരമായ സ്വാഭാവിക നടപടിക്രമങ്ങൾക്ക് അനുസരിച്ച് ഈ സർക്കാർ ചെയ്യണം, അല്ലെങ്കിൽ പോലീസ് ചെയ്യണം. അത് ചെയ്യാതെ വരുന്നു. ശ്രീമതി ബിന്ദുകൃഷ്ണ, നോക്കൂ, ഇന്ന് സഭയിൽ ഉന്നയിച്ച വ്യക്തി പോലും കെ രമയെ സംബന്ധിച്ചോളം നോക്കൂ, കെ രമ എത്രത്തോളം വേട്ടയാടപ്പെടുന്നു, വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 51 വെട്ടി TP കൊന്നതിന് ശേഷം ഓരോ വെട്ടും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഇടത് ഹാൻഡിൽ നിന്നും ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കെ രമ ശബ്ദിക്കുമ്പോഴൊക്കെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അതിൽ കേൾക്കാൻ കഴിയാതെ പോകുന്നു? മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത് എന്താണ്? അങ്ങനെ ഒരു ഒളിച്ചോട്ടമാണോ നമ്മൾ ഇന്നും കണ്ടത്? കഴിഞ്ഞ തവണ TP കേസുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് ഉന്നയിക്കുമ്പോൾ അവിടെ സ്പീക്കർ അതിലേക്ക് രമയാണ് ഉന്നയിച്ചത് കൊണ്ട് തന്നെ അതിലേക്കൊരു നടപടിയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു തടയിടൽ ഉണ്ടായി. അപ്പോൾ ആ സാഹചര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണോ ബിന്ദുകൃഷ്ണ? തീർച്ചയായും അതെ. ശ്രീമതി കെ രമ കേരള നിയമസഭയിൽ നടപടിക്രമങ്ങൾ ഇടപെട്ട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മുഖ്യമന്ത്രി പലപ്പോഴും ഒളിച്ചോടുന്നത് ഒരു പക്ഷേ അത് കേരളം ശ്രദ്ധിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന് കുറ്റബോധമാകാം, അതോ വിജയിച്ചു വന്ന കെ രമയോടുള്ള അസഹിഷ്ണുതയാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു നല്ല ഫീലിംഗ് അല്ല, നല്ല നിലപാടല്ല, ഒരു മുഖ്യമന്ത്രി പദവിക്ക് ചേർന്നതുമല്ല, ആ കാര്യത്തിൽ സംശയമില്ല. കുസാറ്റ് സംഭവത്തിൽ തന്നെ ഈ ആരോപണ വിധേയന് ക്ലാർക്കിന്റെ തൊട്ടുപോലെയുള്ള ജോലി മാത്രമായിരുന്നു. ഈ സർക്കാർ അത് ഇടപെട്ട് സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടർ ഒരു യോഗ്യതയില്ലാഞ്ഞിട്ട് അത് കൊടുത്തു. എന്നിട്ട് അത് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിരുന്നു. അത് അദ്ദേഹം അപേക്ഷ കൊടുത്ത ഉടനെ അത് മാറ്റി ടീച്ചിങ് സ്റ്റാഫാക്കി മുൻകാല പ്രാബല്യത്തോടെ UGC നിന്ന് ആനുകൂല്യം വാങ്ങിച്ചു കൊടുത്തു. ഇത്രയും പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന ഒരാളിനെ സംരക്ഷിക്കുവാൻ ഈ സർക്കാർ എത്രത്തോളം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടു എന്നതിൻ്റെ ഒരു സൂചനയാണ് അത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞൊരു ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി, ഞങ്ങൾ കൃത്യമായ നടപടി എടുക്കുമെന്ന്. സർ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച കാലടി സർവകലാശാലയിൽ പാസ് ഔട്ട് ചെയ്ത് പോയ SFIക്കാരൻ എന്താ അവിടെ കാര്യം? അവൻ അവിടെ ചെന്ന് പെൺകുട്ടികളുമായി ചങ്ങാത്തം സ്ഥാപിച്ച് ഇത്രയും പെൺകുട്ടികളുടെ വിവരങ്ങൾ അവരുടെ ഫോട്ടോ അടക്കം അശ്ലീല സൈറ്റുകളിൽ ഇട്ടിട്ട് കുറ്റകൃത്യം ചെയ്തവനെ പിടിച്ച് പോലീസ് എന്താ ഇത് ഉമ്മ വെച്ചിട്ട് തിരിച്ചു വിട്ടല്ലേ? അവനെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? ഈ നടപടിയാണോ നിങ്ങളുടെ നടപടി? ഇതാണ് ഞാൻ സൂചിപ്പിച്ച പിണറായി കോഡ് ഓഫ് കോണ്ടക്ട്. സ്ത്രീകളുടെ അഭിമാനത്തിന് ഒരു തെല്ലും വില കൽപ്പിക്കാത്ത പിണറായിയുടെ ദുർഭരണത്തിന്റെ ഏറ്റവും ഉദാഹരണമാണിത്. ഇത് ഓരോന്നും അത് തന്നെയാണ് എനിക്ക് കാണിക്കാൻ പറ്റുന്നത്. വാളയാറിലെ 2 പെൺകുഞ്ഞുങ്ങളെ തൂക്കിക്കൊന്ന ആളുകൾക്കെതിരെ അന്വേഷണം കൃത്യമായി നടത്താതെ പോലീസും പ്രോസിക്യൂഷൻ ചെയ്ത് അട്ടിമറിച്ചു. അതിന് നേതൃത്വം നൽകി അതിന്റെ IPS കൊടുക്കുക. ഇമാതിരി തെറ്റുകൾ ചെയ്യുന്ന സർക്കാരിനെതിരെ നിലപാട് പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന്, ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. നന്മയുടെ രാഷ്ട്രീയമാണ്. എന്തേ കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർക്ക് അത് പറയാതെ കഴിയാതെ പോകുന്നു? CPM-ന്റെ വനിതാ നേതാക്കന്മാർ എന്തുകൊണ്ട് അവരുടെ പുറത്തു പറയേണ്ട? അവർ പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞ് ഈ നടപടിയെ തിരുത്താത്ത എന്ന് കേരളം മുഴുവൻ CPM തെറ്റിതിരുത്താൻ നടപടിയായി പോകുന്നു. വലിയ ചർച്ച നടക്കുകയാണല്ലോ. ചർച്ച ഒരു വശത്തൂടെ നടക്കും, അങ്ങേയറ്റം കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്നു, തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുറഞ്ഞ പക്ഷം ഞാൻ വീണ്ടും പറയും, സ്ത്രീകൾ ആക്രമിക്കുന്ന കേസിലെങ്കിലും നിയമപരമായി കേസിലെങ്കിലും ആത്മാർത്ഥത കാണിക്കണം. അവസാനമായി ശ്രീ ജയചന്ദ്രൻ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ. ഇത് കൂട്ടിച്ചേർക്കാൻ പോയാൽ പ്രതീക്ഷ ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഇന്ന് തന്നെ സഭയിൽ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞ അല്ല, അത് പറയുന്നില്ല. ഇന്ന് തന്നെ ആരോഗ്യമന്ത്രി സഭയിൽ പറഞ്ഞ കഴിഞ്ഞ പുതുപ്പള്ളി ഇലക്ഷൻ കാലത്ത് കോട്ടയം കുഞ്ഞച്ചന്റെ കേസ്
പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ കേസ്, ഏറ്റവും ഒടുവിൽ വടകര ഇലക്ഷനിൽ ടീച്ചർക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ, ഇതൊക്കെ പറഞ്ഞല്ലോ സഭയിൽ. അതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഈ ഹൈക്കോടതിയിലെ അതിജീവിതയുടെ കേസിൽ ഈ സർക്കാർ ഒരു ഇഞ്ച് പുറകോട്ട് വരാതെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പോഴും പിന്നെ എന്താണ് ജനപ്രിയ നടൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ നിയമത്തിന്റെ എപ്പ പിടിവീടും എന്ന് അറിയാതെ. അല്ലെങ്കിൽ എപ്പോഴേ സർക്കാർ ഒന്ന് അയഞ്ഞിരുന്നെങ്കിൽ എന്നെ ആ കേസ് അയാൾ രക്ഷപ്പെട്ടു പോയനെ, ആ ജനപ്രിയ നടൻ എന്നുള്ളത് അറിയാത്ത ആരാണ് കേരളത്തിലുള്ളത്? താങ്കൾ ഒഴികെ. താങ്കൾക്കും അറിയാത്തതൊന്നുമല്ല, പക്ഷെ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ദിലീപിനെ സംരക്ഷിക്കുന്ന ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ല, ദിലീപിനെ സംരക്ഷിക്കുന്ന ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ സർക്കാരിലെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇരയുടെ നിശ്ചയദാർഢ്യമില്ലായിരുന്നു ആ കേസിന്റെ ഗതി എവിടെ എത്തുമായിരുന്നു? ഇരയ്ക്ക് നിശ്ചയദാർഢ്യം കൊടുത്തതാണ് WCC. അവരെല്ലാവരും സർക്കാരിനെ അംഗീകരിക്കുന്നത് അന്നും ഇന്നും. അതാണല്ലോ കാണുന്നത്. ആ WCC എന്ന് പറയുന്നത് ഈ സർക്കാരിനെ എന്തെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? ജയചന്ദ്രൻ തള്ളി പറഞ്ഞിട്ടുണ്ട്, ഉണ്ട്, ഇല്ലെന്ന് പറയരുത്. കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ആത്മാർത്ഥതയെ കുറിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൊടുക്കാൻ പറഞ്ഞത് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞല്ലോ 24 വരുന്നുണ്ട്. നോക്കൂ, ശ്രീ ജയചന്ദ്രൻ 5 വർഷം അടയിരുന്നത് സാധനമാണ്. 5 വർഷം അടയിരുന്നു, അത് മാത്രമല്ല 5 വർഷക്കാലം വരുമല്ലോ. നിങ്ങൾ പറയൂ, അത് വായിച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലൊക്കെ എന്ത് ആത്മാർത്ഥത! ആ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ പ്രതികൾ രക്ഷപ്പെടാനുള്ള അവസരം കൂടിയാണ് ഒരുക്കുന്നത്. അവിടെയാണ് ആത്മാർത്ഥത പ്രശ്നം. അവിടെയാണ് നിങ്ങളുടെ അന്വേഷണ കമ്മീഷനുകളിൽ എത്ര എണ്ണത്തിന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പ്രതീക്ഷ? എത്ര എണ്ണത്തിന് പറയാനുണ്ട്? UDF കാലത്ത് എത്ര എണ്ണത്തിന് ഞാൻ പറയണം? ഇവിടെ ഇരുന്ന് പറയണം. അതാണ് പറയരുത്. അതാണ് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ചെയ്യണ്ട ഒരു കാര്യം. എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? എന്താണ് സജി ചെറിയാൻ ആ നിബന്ധന വെച്ചിരുന്ന ആരെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന നിബന്ധന കമ്മീഷൻ ഉണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. നിരവധി തവണ പറഞ്ഞു, നിരവധി തവണ പുറത്തുവിടണം, നിരവധി തവണ ആവശ്യപ്പെട്ടു. കമ്മീഷനെ നിയമിക്കുമ്പോ ടൈംസ് ഓഫ് റെഫറൻസില് അതിന്റെ തീരുമാനത്തിന് അവസാനം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചത്. കമ്മീഷൻ റിപ്പോർട്ട് ഇത്ര പരസ്യപ്പെടുത്തുന്നതാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അതല്ലേ ചോദിക്കേണ്ട ചോദ്യം. അതല്ലേ എന്തുകൊണ്ട് ഗവൺമെന്റ് പരസ്യപ്പെടുത്തുന്നില്ല? എന്താണ് ഒളിച്ചു വെക്കാനുള്ളത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചതാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ പറയുന്നേ. ആ സർക്കാർ, എല്ലാ സർക്കാരുകളും നിരവധി അന്വേഷണ കമ്മീഷനെ നിയമിക്കാറുണ്ട്. 5 വർഷമായി ഞങ്ങൾ പറയുന്നു, ഇല്ലെങ്കിൽ ചെയ്യട്ടെ. വിഷയങ്ങൾ ഇങ്ങനെ ലാഘവത്തോടെ പിണറായി വിജയൻ കാണുന്ന പോലെ കാണരുത്. സ്ത്രീകളുടെ വിഷയങ്ങൾ ഇത് പിണറായി വിജയന്റെ പ്രശ്നമല്ല. ഞാൻ നിയമപരമായ പ്രശ്നം താങ്കളോട് ഉന്നയിക്കുകയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ താങ്കളോട് ബിന്ദു കൃഷ്ണയോട് നിയമപരമായ ഒരു സംശയം ചോദിക്കുകയാണ്. അതിന് പറയൂ. അല്ല, നിയമപരമായ സംശയം ചോദിക്കുകയാണ് താങ്കളോട്. ഈ ഗവൺമെന്റുകൾ കാലഘട്ടത്തിൽ നിയമിക്കുന്ന അന്വേഷണ കമ്മീഷണറുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധപ്പെടുത്തണം എന്ന എവിടെയെങ്കിലും ഒരു വ്യവസ്ഥയോ നിയമമോ ഉണ്ടാക്കിയിട്ടുണ്ടോ കേരളത്തിൽ? ഉണ്ടോ? നമുക്ക് സമയം കവരാനില്ലാത്തതുകൊണ്ടാണ് കമ്മീഷൻ നിയമിക്കുന്നത്. റിപ്പോർട്ടുകൾ സമർപ്പിച്ച് നടപടിയെടുക്കാനാണ്. തീർച്ചയായും നടപടിയാണ്. ഇപ്പോൾ മന്ത്രി ബഹുമാനപ്പെട്ട സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് നടത്തേണ്ടത്. ശ്രീ ജയചന്ദ്രൻ, എന്തായാലും വനിതകളുടെ കാര്യത്തിൽ ഇതാണ് നിങ്ങളുടെ ആത്മാർത്ഥതയെങ്കിൽ ആ ആത്മാർത്ഥതയുടെ യഥാർത്ഥ മറ്റൊരു ഉദാഹരണമാണ് ഇന്ന് സഭയിൽ കണ്ടത്. സഭയിലൊന്നും ഒരു വാക്ക് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു വാക്ക് പോലും കേട്ടില്ല. ഇതിലൊരു അടിയന്തര പ്രാധാന്യം പോലും സർക്കാർ കാണാത്ത സാഹചര്യത്തിൽ ഈ 40 വട്ടം പറയുന്നത് അത് വെറും കടലാസിൽ മാത്രമാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയേ പറ്റൂ. അതിജീവിതയെ സഹായിച്ച ആളിനെ പുറത്തു നിർത്തിയ മന്ത്രിയല്ലേ? അവർക്ക് എന്താ സ്ത്രീകളുടെ കാര്യത്തിൽ ആത്മാർത്ഥത? വീണ ജോർജിന് എന്താ ആത്മാർത്ഥത? പേരില് അവരെ പുറത്തു നിർത്തിയാണല്ലോ വീണ ജോർജ്. അതാണല്ലോ വീണ ജോർജ്. വേറെ വീണ ജോർജ്
പാപ്പാ കേസിലെ അതിജീവിതയുടെ കാര്യം കോഴിക്കോട് അതിജീവിതയ്ക്ക് ഇന്നും പോരാട്ടം നടത്തേണ്ടി വരുന്നു. ഹർഷീന എന്ന ഒരു പെൺകുട്ടിക്ക് പൊതുനിരത്തിലേക്ക് സത്യാഗ്രഹം ഇരിക്കേണ്ട അവസ്ഥ വരുന്നു. സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ ഓരോ കാര്യങ്ങളിലും ആരോഗ്യമന്ത്രി കാട്ടുന്ന ഒരുപാട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്താണ്. ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അല്ലല്ല നമ്മൾ വളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയല്ല ആരെ കുറിച്ചും. അതിന് വഴിവെക്കുന്ന തരത്തിലേക്ക് ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാധാരമായി എന്തായാലും അല്ലാതെ എങ്ങനെ പറയരുത്? എനിക്ക് സംസാരിക്കാൻ അവസരമില്ലാതെ നിങ്ങൾ മാത്രം ഏകപക്ഷീയമായി പറയുന്നത് ചർച്ചയല്ല. അല്ല, നിങ്ങൾ ഏകപക്ഷീയമായി പറയുന്നത് ചർച്ചയല്ലെന്നേ, അത് വൺ സൈഡഡ് ആണ്. ഒന്നും പറയില്ല. തീർച്ചയായും വളരെ വളരെ നന്ദി. നമുക്ക് എന്തായാലും അടുത്ത ദിവസം ഇരിക്കാം ശ്രീ എം ജെ ചന്ദ്രൻ. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഓരോ ദിവസവും ഇട്ടുതരികയാണല്ലോ. അപ്പോൾ ഇനിയും ചർച്ചയ്ക്ക് നമുക്ക് അവസരങ്ങൾ ഉണ്ടാകും. ദൗർഭാഗ്യകരമാണ് അത് എങ്കിലും കൂടി പറയുകയാണ്. വളരെ നന്ദി ബിന്ദു കൃഷ്ണ ഒപ്പം എം ജെ ചന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.